കഥയും കഥാപാത്രങ്ങളെയും തിരിച്ച് സമർപ്പിക്കാൻ മാത്രം. ഇങ്ങനെ നിങ്ങളുടെ എന്തെങ്കിലും സജഷൻ തന്നാൽ നിങ്ങളുടെ കയ്യിൽ കൊണ്ട് മാത്രമായിരിക്കും. നിന്റെ റിസപ്ഷന്റെ ഡ്രസ്സില്ലേ നല്ല കളറായിരുന്നു മോളെ, നിനക്ക് നല്ല ഇണക്കുണ്ടായിരുന്നു. അതാ ഈ ചുരിദാർ നല്ല ഭംഗിയുണ്ട് നിനക്ക്, നല്ല സെലക്ഷൻ ആയില്ലേ കേട്ടോ ഡ്രസ്സിൽ. ആന്റി അന്ന് മോളുടെ റിസപ്ഷന് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് കണ്ടിട്ട് പിന്നെ ഇന്ന് നിങ്ങളെ കാണണേ. അതെ അതെ ശരി, അന്ന് കണ്ടതാ. നീ എന്ത് പണിയാ അന്നാ റിസപ്ഷന് ചെയ്തത്? ഞാൻ എന്ത് പറ്റി? ഒന്നാമതേ നീ കറുത്ത് പോലം കെട്ടിരിക്കണം, അതിൻ്റെ ഇടയ്ക്ക് നീ ആ കരിനീല കളറിലെ തന്നെ കുപ്പായം അങ്ങ് തയ്പ്പിച്ചിട്ട് എന്തിനു കൊള്ളാമായിരുന്നു. അല്ലേ പിന്നെ കുറച്ച് പുട്ടിയെങ്കിലും എടുത്താൽ മോന്തയിലൊന്ന് അടിച്ചിരുന്നെങ്കിൽ വല്ല തെളിച്ചെങ്കിലും കിട്ടിയേനെ. ഇത് നീയാണോ അവിടെ ഇരുട്ടാണോ എന്ന് അറിയാണ്ട് ഞാനിങ്ങ് കണ്ടങ്ങ് വല്ലാണ്ടായിപ്പോയി. അന്ന് തൊട്ട് ഞാൻ ബേജാറായിട്ട് ഇരിക്കുമായിരുന്നു. ഈ പെണ്ണ് എന്ത് പണിയായി കാണിച്ചത്, നിന്നെ കാണുമ്പോൾ ചോദിക്കാനിരിക്കുമായിരുന്നു ഞാൻ. അതെ ആന്റി, നമ്മുടെ ഇഷ്ടത്തിനല്ലേ, നമുക്ക് ആ ഒരു കല്യാണം ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനുള്ള ഡ്രസ്സ് വേണ്ടി അന്നേ കണ്ടത്. എനിക്കത് ഇഷ്ടമായി, ആ കളറും എനിക്ക് ഇഷ്ടമായി, മോഡലും ഇഷ്ടമായി. പിന്നെ ഞാൻ അഭിയെ കാണിച്ചപ്പോൾ അവനും ഇഷ്ടമായി. പിന്നെ ഇതാ ഞങ്ങളുടെ വീട്ടിലിട്ട് നോക്കിയപ്പോൾ അവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എനിക്ക് അത് നന്നായിട്ട് ഇണങ്ങുന്നുണ്ടെന്നും പറഞ്ഞു. ഇതിപ്പോൾ ആദ്യമായിട്ട് ഒരാൾ ഇങ്ങനെ പറയുന്നത്. കുഴപ്പമില്ല, അവർക്ക് അത് ഇഷ്ടമല്ലേ. എനിക്കതായിരുന്നു എൻ്റെ ഇഷ്ടം. പിന്നെ മേക്കപ്പ്, എനിക്ക് ആ പറഞ്ഞ മറ്റേ എന്താ കുട്ടി, അതെനിക്ക് താല്പര്യമില്ലായിരുന്നു. എനിക്ക് എൻ്റെ ടോൺ എനിക്ക് ഇഷ്ടമാണ്, ഞാൻ കോൺഫിഡൻ്റ് ആണ് എൻ്റെ കളറിൽ. അതൊന്നും ഞാൻ സട്ടിൽ മേക്കപ്പ് മതി എന്ന് അവരുടെ അടുത്ത് പറഞ്ഞു. അതെന്ത് റബ്ബേ അവളാ പറഞ്ഞ പോലെ തെറുകല്ലത് വേണം. ഒന്നുമില്ലല്ലോ, ഇതൊരു കല്യാണ പെണ്ണല്ലേ, അതിൻ്റെ ഒരു ബോധമെങ്കിലും കാണിക്കാൻ മേലായിരുന്നു. ശരിയല്ലേ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്താ, ഇപ്പം തന്നെ നോക്കിക്കേ, കരിഞ്ഞ കറുപ്പ് കളറിലെ ചുരിദാർ ഇട്ടുകൊണ്ട് പറഞ്ഞിരിക്കുന്നു. എനിക്ക് ഇങ്ങനത്തെ രാക്ഷസാണ് ആൻറ്റി കൂടുതൽ ഇഷ്ടം. ഞാൻ പറയാനാ. ശരി ശരി ആൻറ്റി, എന്നാ ഞാൻ പോകുന്നു, കുറച്ച് തിരക്ക്. നീ എന്തിനു സൗദാ കൊച്ചിനോട് അങ്ങനെയൊക്കെ പറയുന്നു? ഓ അതിനിപ്പോൾ എന്നാ പ്രശ്നം, ഞാൻ പറയാനുള്ളത് അങ്ങ് പറഞ്ഞു. എൻ്റെ മനസ്സ് ശുദ്ധവാ, മനസ്സിൽ എന്തെങ്കിലും തോന്നിയാൽ ഞാൻ അതങ്ങ് വിളിച്ച് പറയും. ഓ പിന്നെ ഇതാരിത്, കുറേ നാളെല്ലാം കണ്ടിട്ട്, നമ്മളെയൊക്കെ ഇപ്പം അറിയോ എന്തോ പുതുപ്പെണ്ണിന്. നിന്നെ കണ്ടിട്ട് ആളെ അങ്ങ് മനസ്സിലാകണേ ഇല്ല. അങ്ങനെ നോക്കിയിട്ട് ഞാൻ ആലോചിക്കുമായിരുന്നു, റബ്ബേ ഇതാരാണെന്ന്. അതെന്താ അങ്ങ് തടി വെച്ച് പോയെന്നേ, തടിച്ച് ഒരു മാതിരിയായി അങ്ങ്. ഇവര് കണ്ണാടി നോക്കുന്നില്ലേ എന്തോ, തടിയും വെച്ച് പൊക്കവും വെച്ച് അങ്ങ് വലിയ ആളെ പോലെ നിൽക്കുന്നങ്ങ്. ഓ പൊക്കമൊന്നും വെച്ചില്ല, അത് ഞാൻ എന്താ ഹീൽസ് ഇട്ടിരിക്കുന്നുണ്ടെയാ. പൊക്കം മാത്രമല്ല നല്ല തടിയാ, ഇപ്പോഴേ കുറക്കാൻ നോക്കിക്കോ, ഇല്ലെങ്കിൽ അങ്ങ് തടിച്ചങ്ങ് പോകും. ഇപ്പൊ തന്നെ അങ്ങ് ചീക്കപ്പോത്തിനെ പോലെയായി. അത് വേറെ ഒന്നുമല്ല, ഞാൻ അത്യാവശ്യം ഭക്ഷണം കഴിക്കും. പിന്നെ അതിന് മാത്രം തടി വെച്ചിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാനിക്ക് എങ്ങനെ തോന്നുന്നെങ്കിൽ ഒന്നും പറയാനില്ല. പിന്നെ ഞങ്ങൾ കുടുംബപരമായിട്ട് ഇത്തിരി തടിയും ആരോഗ്യമൊക്കെ ഉള്ള പാരമ്പര്യത്തിലുള്ള ആൾക്കാരാണ്. പിന്നെ മനുഷ്യനല്ലേ ആൻറ്റി, വണ്ണം കൂടിയും കുറേയൊക്കെ ചെയ്യും. ശരീരമൊക്കെ അങ്ങ് അനങ്ങി വല്ല പണി ചെയ്തിട്ടേ കാര്യമുള്ളൂ. പിന്നെ തീറ്റയും കുറേ അങ്ങ് കുറക്കണം. എനിക്ക് തടി കൂടി നമുക്ക് സ്വയം ഒരു തോന്നൽ വരത്തില്ലേ, ആ സമയമാകുമ്പോഴത്തേക്കും ഞാനത് നോക്കിക്കൊണ്ട് ചെയ്തോളാം. ശരി ഇതാ വിളിക്കുന്ന ആൻറ്റിനെ. ആ കൊച്ചിന് വലിയ വണ്ണൊന്നും ഇല്ലല്ലോ സൗദാ, നിനക്ക് എന്ത്? ആര് പറഞ്ഞു വണ്ണമില്ലെന്ന്? കല്യാണം കഴിഞ്ഞാൽ അതൊക്കെ ഒരു നാട്ടുനടപ്പാ. അങ്ങ് തടിയൊക്കെ കുറച്ച് കൂടും പെൺപിള്ളേർക്ക്. പിന്നെ ഞാൻ പിന്നെ നേരത്തെ അതങ്ങ് പറഞ്ഞതേ ഉള്ളൂ. എൻ്റെ മനസ്സ് ശുദ്ധവാ, അതുകൊണ്ട് ഞാൻ ഉള്ളിൽ തോന്നണം അങ്ങ് വിളിച്ച് പറയും. ഇതുവരെ